ഹലോ, കുറച്ചധികം ദിവസത്തിന് ശേഷമാണല്ലേ നമ്മൾ തമ്മിൽ കാണുന്നത്. അതിന് ചെറിയ ചെറിയ കാരണങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കുറച്ച് ഹോസ്പിറ്റൽ കേസ് അങ്ങനെയൊക്കെ വന്നിട്ടുണ്ട്. അതൊക്കെ ആ ഒരു സൈഡിൽ നിൽക്കട്ടെ. ഇപ്പം ഏതായാലും നമ്മൾ അതിൻ്റെ അകത്ത് നല്ല റിക്കവർ ആയിട്ട് ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 1 വീക്കിന് അപ്പുറത്തേക്കായിട്ടുണ്ട്. എൻ്റെ ഏറ്റവും ലാസ്റ്റത്തെ വീഡിയോനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇനി എല്ലാ ദിവസവും 5 മണിയാകുന്ന സമയത്ത് കറക്റ്റായിട്ട് എൻ്റെ വീഡിയോ വരും. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് വെക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിനുശേഷം എനിക്ക് എന്തോ ഇടാൻ പറ്റിയിട്ടില്ല. കുറച്ച് ഹോസ്പിറ്റൽ കേസും അങ്ങനെയൊക്കെ ആയിട്ട് ഒട്ടും ഇടാൻ പറ്റാത്തൊരു സാഹചര്യം ആയതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇടാഞ്ഞത്. പക്ഷെ എടുത്തു വെച്ചിട്ടുള്ള 1-2 വീഡിയോസൊക്കെ എൻ്റെ കയ്യിലുണ്ട്. അതുപോലും എഡിറ്റ് ചെയ്തിട്ട് ഇടാന്നുള്ള അങ്ങനെയൊന്നും പറ്റിയിട്ടില്ലേനു കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു ഇനി ഇടുന്ന വീഡിയോ ആ ഒരു വീഡിയോ അല്ലാണ്ട് ഫസ്റ്റ് കുറേ ദിവസത്തിന് ശേഷമല്ലേ കാണുന്നത്, അപ്പോൾ ഒരു പ്രൊഡക്റ്റ് തന്നെ പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു കേട്ടാ. കാരണം നമ്മളൊന്ന് കിടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീടൊക്കെ ആകെ അലങ്കോലായിട്ടുണ്ടാവും. അതേമാതിരി ഓരോ സൈഡൊക്കെ ഇങ്ങനെ അലങ്കോലായിട്ടുണ്ട്. പക്ഷെ എന്നാലും ഞാൻ ഈ വയ്യാണ്ട് ആകുന്നതിന് മുന്നേ തന്നെ ഒരു സാധനം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എൻ്റെ ഡ്രസ്സിങ് ടേബിൾ ഒന്ന് ശരിയാക്കാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. ഞാൻ കാണിച്ചു തരാം. കണ്ടിനാ, ഇവിടെ എത്തിയിട്ടില്ല. സംഭവം ഇങ്ങനെയാണ് ഇപ്പം കിടക്കുന്നത്. നിറയെ സാധനങ്ങളും അങ്ങനെയൊക്കെ ആയിട്ടാണ് കേട്ടോ അപ്പം കിടക്കുന്നത്. അപ്പം ഞാൻ വിചാരിച്ച് പിന്നെ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കണം. എല്ലാം ഇങ്ങനെ പരന്ന് കിടക്കുന്നിടത്തുനിന്ന് ഒന്ന് ഓർഗനൈസ് ചെയ്ത് വെക്കണം എന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടേനു, കുറേ മുന്നേ ഉള്ളതേനു. അപ്പം ഞാനിങ്ങനെ നമുക്ക് ഇഷ്ടപ്പെട്ട പ്രൊഡക്റ്റ് നോക്കി അവസാനം ഇത് കണ്ട, ഇതിൻ്റെ അകത്തൊരു പ്രൊഡക്റ്റ് ഉണ്ട്. ഇതിലേക്ക് നമ്മൾ എത്തിപ്പെട്ടിട്ടുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഒരു ഓർഗനൈസറാണ് ഇത്. വാങ്ങിച്ചിട്ടുള്ളത് മീഷോന്നാണ് കേട്ടോ. ഒരു 225 അങ്ങനെ കണ്ടാണ് അതിൻ്റെ റേറ്റ് വരുന്നത്. അപ്പോൾ എന്തായാലും കുറേ ദിവസമായി ഇതിവിടെ വന്ന് കിടക്കുന്നത്. പക്ഷേ ഞാൻ ഇതുവരെ കത്തി കാണിച്ച് പേടിപ്പിക്കുന്നില്ല കേട്ടോ. ഇതുവരെ ഞാനത് തുറന്ന് നോക്കിയിട്ടില്ലേനു. പിന്നെ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം ഉപകാരപ്രദമായിട്ടുള്ള സംഭവങ്ങളല്ലേ ഇത്. അപ്പോൾ അത് കാരണം ഇത് നമുക്ക് ഒന്ന് പൊളിച്ചിട്ട് നോക്കാം. ഡാമേജ് ഉണ്ടോയെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. ഉണ്ടെന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ റിട്ടേൺ അയക്കാൻ പറ്റുമെന്നും അറിയില്ല. കാരണം അതിൻ്റെ ഡേറ്റ് ഏകദേശം കഴിഞ്ഞിട്ടുണ്ടാവും. ഇത്രയും ദിവസത്തിന് ശേഷം കേട്ടാ. അപ്പോൾ ചിലപ്പോൾ ഇതെല്ലാവരും തന്നെ മീഷോ തുറന്നിട്ടുണ്ടെങ്കിൽ അപ്പം കാണുന്ന ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് കേട്ടോ. ഇതിൻ്റെ 2 കളറും കണ്ടിട്ടുണ്ട്. ഒരു പീച്ച് കളറും വരുന്നുണ്ട്, പിന്നെ ഈ ഒരു സംഭവം ഈ ഒരു കളറാണ് കേട്ടോ വരുന്നത്. ഇത് വെച്ചിട്ട് ഞാൻ കാണിച്ചു തരാം നമ്മുടെ അവസ്ഥ എന്താണെന്നുള്ളത്. ഇപ്പം ഇങ്ങനെയാണ് കേട്ടോ എൻ്റെ ഡ്രസ്സിങ് ടേബിൾ കിടക്കുന്നത്. കണ്ടിനാ, ഇത് ഇക്കാൻ്റെ പണ്ടത്തെ ഫോട്ടോ, പണ്ടേ അല്ല ഇപ്പോഴെപ്പോഴും ഉള്ളൊരു ഫോട്ടോ. അതിൻ്റെ മണ്ടക്ക് മുതൽ ഇങ്ങേ വരെ സാധനങ്ങൾ കിടക്കുന്നുണ്ട്. അപ്പോൾ കുറേ സാധനങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി കിടക്കുന്നുണ്ട്. ചീപ്പ് ഞാൻ ഇപ്പം എടുത്തതേനു കേട്ടോ. വീഡിയോ എടുക്കുന്നതിന് മുമ്പ് ഒന്ന് തല ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തതിന് അതവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഇതിനകത്ത് മരുന്നിൻ്റെ ബോട്ടിൽ വരെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ എടുത്തിട്ടൊന്ന് പുറത്തോട്ടേക്ക് ആദ്യം വെക്കണോ. എടുത്തിട്ട് ഇതാ പുറത്തേക്ക് വെച്ച് കാലിയാക്കി വെച്ചിട്ടുണ്ട്. 2 ഇക്കന്മാര് അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് പിന്നെ വേണമെങ്കിൽ എടുത്ത് മാറ്റാം. ഇനിയിപ്പോൾ ഇത് കണ്ട, ഇത് അത്യാവശ്യം പൊടിയായി കിടക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് എടുത്തിട്ട് എടുക്കല്ല, തുടച്ചിട്ട് എടുക്കണം. ഇതൊന്നും എത്ര വരുന്നിട്ടും പോകുന്നില്ല കേട്ടോ. ഞാൻ കുറച്ച് ലിക്വിഡും ഒക്കെ ഹാൻഡ് വാഷും ഒക്കെ വെച്ചിട്ട് ഞാൻ പിന്നെ നോക്കിയിട്ടുണ്ടായി. പക്ഷെ എത്രയായിട്ടും പോകുന്നില്ല കേട്ടോ. സംഭവം നമ്മുടെ യുവൂട്ടിയില്ലേ, യുവൂട്ടിൻ്റെ പരിപാടിയാണ് ഇതൊക്കെ. ഒന്നുകൂടി ആഞ്ഞു പിടിക്കുക. ഞാൻ ഇത് ഇങ്ങനെ ഓരോന്ന് അറേഞ്ച് ചെയ്ത് വെച്ച് നോക്കുന്നുണ്ട് കേട്ടോ. എത്രത്തോളം പറ്റും നോക്കാം. ആ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന എല്ലാ സാധനങ്ങളും ഇതിലൊന്ന് നമുക്ക് അറേഞ്ച് ചെയ്തിട്ട് നോക്കാം കേട്ടോ. എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ അത്രയും ഹാപ്പി ആയിട്ടിരിക്കുന്നത്. ഇതാണ് കേട്ടോ ഈ ഒരു ഓർഗനൈസറിൻ്റെ അകത്തില്ല കംപ്ലീറ്റ്. ഇവിടെ ഉണ്ടായിരുന്ന പൗച്ചിൻ്റെ അകത്തുള്ള സാധനങ്ങളും അതുപോലെ ഇവിടെ ഒരു ട്രെയിൻ്റെ അകത്ത് നിറയെ സാധനങ്ങളില്ലേനോ, അതും എല്ലാം കൂടി ഈ ഒരു കുഞ്ഞു ഓർഗനൈസറിൻ്റെ അകത്ത് തന്നെ നമുക്ക് കൊണ്ടിട്ടുണ്ട്. അപ്പോൾ മേൽഭാഗത്ത് ഇതാ ഞാൻ ലോഷൻസ് വെച്ചിട്ടുണ്ട്. ഇത് ബോഡി ലോഷന്, പിന്നെ ഇത് സൺസ്ക്രീന്, അങ്ങനെയുള്ള കുറച്ച് ഐറ്റംസ് വെച്ചിട്ടുണ്ട്. ഓയിൻമെൻറ്റ്, നേസൽ സ്പ്രേ, പിന്നെ വന്നിട്ട് ലിപ് ബാം, പിന്നെ ഇവിടെ നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന കുറച്ച് ബണ്ണ് കാര്യങ്ങൾ, പിന്നെ ഇതിൻ്റെ അകത്ത് വന്നിട്ട് പിന്നെ കൺമഷി, കാജിൽ, അങ്ങനത്തെ ഐറ്റംസ്, പിന്നെ പൗഡർ, ഇതെല്ലാം. ഇനി ഇതിൻ്റെ അകത്ത് ഒരുപാട് സ്പേസ് ഉണ്ട് കേട്ടോ. കണ്ടില്ല, ഇത്രയും സ്പേസ് ഉണ്ട്. അപ്പോൾ ഇത് ഇങ്ങനെ വേണമെന്നല്ല, നിങ്ങൾക്ക് ക്രാഫ്റ്റ് ഐറ്റംസോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. പിന്നെ ആ വലിയ പ്ലാന്റ് മാറ്റിയിട്ട് ഇതുമാതിരി കുഞ്ഞൊരു പ്ലാസ്റ്റിക്കിൻ്റെ പ്ലാന്റ് ഇവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ വന്നിട്ട് ഈ ഒരു സൈഡിൽ ഇത് കണ്ടില്ല, നിറയെ നമ്മുടെ സ്പ്രേ കാര്യങ്ങൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആവശ്യമുള്ളത് പെട്ടെന്ന് യൂസ് ചെയ്യാൻ പറ്റുമല്ലോ. മറ്റേതെന്ന് പറയുമ്പോൾ ഇങ്ങനെ ടൈറ്റായിട്ട് വെക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്.
അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഓർഗനൈസറിന്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്താൽ മതി കേട്ടോ. അപ്പം അതിന്റെ ലിങ്ക് ഞാൻ തരാം. ഇതിന് പ്രൈസ് വരുന്നത് ഷിപ്പിംഗ് ചാർജ് അടക്കം 205 രൂപയാണ് കേട്ടോ വരുന്നത്. നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് എൻ്റെ മുഖത്തുള്ള ആ ഹാപ്പിനെസ് ഉണ്ടല്ലേ, അത്രയ്ക്ക് നല്ല യൂസ്ഫുൾ ആട്ടോ. ഈ പരന്ന് കിടക്കുന്ന ഈ സംഭവങ്ങളൊക്കെ ഇതുമാതിരി ഒരു കുഞ്ഞു ഭാഗത്ത് നമുക്ക് ഒതുക്കി വെക്കാൻ പറ്റുക എന്ന് പറയുന്നത് തന്നെ ഭയങ്കര എന്താ പറയുക, നല്ല നീറ്റായിട്ട് നിൽക്കുന്നില്ല. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിലൂടെ കാണുന്നതായിരിക്കും. ബൈ.